ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കാലിക്കറ്റ് ബീച്ചിലാണ് നോമ്പുതുറ. ഞങ്ങൾ മാത്രമല്ല, ടി ഫാമിലിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് റയാനും ഫസ്നയും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒത്തുകൂടാറുണ്ട്. ഇത്തവണ നോമ്പായതുകൊണ്ട് നോമ്പുതുറയ്ക്കായി ആ ഒത്തുകൂടൽ. ബീച്ചിൽ ഭയങ്കര കാറ്റായതുകൊണ്ട് കുഞ്ഞുവാവയ്ക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു ടവലിൽ അങ്ങനെ പൊതിഞ്ഞു വെച്ചു. എൻ്റെ ഇങ്ങനത്തെ പുറത്തു പോകുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, കുഞ്ഞുവാവയെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകുന്നത്, അവൾക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യുക എന്നൊക്കെ. 2 മണിക്കൂറിൽ കൂടുതൽ അവളായിട്ട് പുറത്ത് നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാറിൽ നിന്ന് നന്നായിട്ട് ഫീഡ് ചെയ്ത് പുറത്തിറക്കും. റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ആണെങ്കിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പോലെ ഫോർമുല മിൽക്ക് കയ്യിൽ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ബീച്ചിൽ വന്ന് നോമ്പ് തുറക്കാൻ ഞങ്ങളെ പോലെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് ഇങ്ങനെ ബീച്ചിൽ വന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇനി ഫുഡ് കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ ഒരുപാട് നടന്നു. നോമ്പായതുകൊണ്ട് തന്നെ എല്ലായിടത്തും സീറ്റ് പ്രീ ബുക്ക്ഡ് ആയിരുന്നു. തലേ ദിവസം തന്നെ സീറ്റൊന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും സീറ്റ് കിട്ടിയില്ല. ഒടുവിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ച് സ്പേസ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുഞ്ഞുവാവയെ കാണാനായിരുന്നു ടി ഫാമിലി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അന്നാണ് അവസാനമായിട്ട് കണ്ടത്. ഇപ്പോൾ ഒരുപാടായതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. ഷെഫിയും കാക്കും ഒക്കെ യുദ്ധത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാനും ഷെമിത്തയും വിജയും സംഗീതയും ഡിവോഴ്സ് ആയതിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ടോപ്പിക് തികയാതെ വരും. പിന്നെ ഒരു കോഫിയും സുലൈമാനിയും ഒക്കെ കുടിച്ച് കുറെ നേരം കൂടെ സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് നമ്മുടെ കുറ്റിപ്പുറത്ത് നൊട്ടനാല് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെയും കൂടെ ഒന്ന് കയറി ലൈറ്റ് ഒക്കെ കണ്ട് നേരെ വീട്ടിലേക്ക്.